മാവോയിസ്റ്റ് ഈ ഓപ്പറേഷൻസ് കുറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ അവരെ നമുക്ക് നേരിടാൻ സാധിക്കുന്നു എന്നതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ സോഴ്സസ്, ഈ ഫണ്ടിങ്ങിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ സെൻട്രൽ ഏജൻസീസ് ഉണ്ട് എന്നാണ്. NIA ആൻഡ് നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇവർ രണ്ടുപേരും ധാരാളം ഓപ്പറേഷൻസ്, ആന്റി നക്സൽ ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പല സോഴ്സും ഇവരുടെ ഫണ്ടിങ് നിൽക്കുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള ഇപ്പം തോക്കായാലും ശരി, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പൈസ വരാതിരിക്കുകയും, ഈ പൈസ വരാത്തതുകൊണ്ടാണ് അവരുടെ പല ഓപ്പറേഷൻസ് നടക്കാതെ പോകുന്നത്. ഇതേ രീതിയിലുള്ള കാര്യമാണ് നമുക്ക് കശ്മീരിൽ നോക്കിയാലും കാണാം. കശ്മീരിൽ പെട്ടെന്നാണ് ഈ കല്ലേറ് നിന്നത്. ഈ കല്ലേറ് നിന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഈ ഫണ്ടിങ് അങ്ങ് നിന്നു, അപ്പൊ കല്ലേറ് നിന്നു. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെയും ഈ നക്സലിനെ സംബന്ധിച്ചോളം അവരുടെ ഓരോ കാര്യം, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ തന്നെ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ പൈസ വേണം. കാരണം അവർക്ക് ഇനി ഇപ്പൊ ഫുഡായാലും ശരി, മറ്റു കാര്യങ്ങളായാലും ശരി, എത്ര നാളെന്ന് വെച്ചിട്ട് അവർ തോക്കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. അവർക്ക് ഇനി മറ്റു കാര്യങ്ങൾ എഴുതി മറ്റ് ലോകത്തൊക്കെ അറിയിക്കാനും, അല്ലെങ്കിൽ അവർക്ക് മൊബൈലിന് വേണ്ടിയാലും ശരി, എന്തൊക്കെ കാരണങ്ങൾ അവർക്ക് പൈസയുടെ ആവശ്യമില്ലാതെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ. അപ്പൊ ഒരു കാര്യം മാഡത്തിന്റെ ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരമായിട്ട്, അതായത് NIA ആൻഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ധാരാളം ഓപ്പറേഷൻസ് ഇവരുടെ ഫണ്ടിങ്ങിനെ വെച്ചിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടാർഗറ്റ് ചെയ്തത് കൂടി കൊണ്ടാണ് അവർക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഈ ഒരു സെറ്റ് ബാക്ക്, അല്ലെങ്കിൽ ഇതൊരു തിരിച്ചടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചോളം യെസ്, കറക്റ്റ് ആണ്. കേരളത്തെ സംബന്ധിച്ചോളം ഇപ്പോഴും അതിന്റെ ചില സൂചനകൾ നമുക്ക് ഇടയ്ക്കിടെ കിട്ടാറ്. പക്ഷെ അതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഈ റെഡ് കോറിഡോർ എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡിൽ നിന്ന് നേരെ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് വഴി ഇനി കേരളം വരെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു കോർഡിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ റെഡ് കോറിഡോർ എന്ന സാധനം ഇന്നിപ്പോ ഇല്ല. അവരുള്ളത് ചില ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിലും ഈ വനപ്രദേശത്തിലും, കേരള തമിഴ്നാട് ബോർഡറിന്റെ ഒക്കെ ഉള്ള വനപ്രദേശത്തിൽ ചില മൂവ്മെന്റ്സ് അല്ലാതെ അവർക്ക് പണ്ട് മൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ളതില്ല. അതിന് ഇപ്പൊ കേരള പോലീസിന് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇന്റലിജൻസ് അവരിലുണ്ട്. കുറച്ച് പേര് ഇപ്പോഴും ഇതിനു വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ നടത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ രീതിയിൽ ഒരു ഭീകരവാദം അങ്ങനെ ചെയ്യാനുള്ള ശേഷിയിലേക്ക് അവരിപ്പം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നാളെ അവർ ഇനി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അവരെ കേരള പോലീസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലാണ് അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ. എനിക്ക് തോന്നുന്നു 2-3 ആളുകളും കൂടെ അതിനകത്ത് ന്യൂട്രലൈസ് ആയി കഴിഞ്ഞാൽ ഏകദേശം ഇല്ലാതെ തന്നെ നമുക്ക് പറയാം. പക്ഷെ പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഇതേ ആശയം വെച്ചിട്ട് വീണ്ടും തോക്കെടുക്കാൻ വേണ്ടി വരുന്നവർ ചിലപ്പോൾ കാണും. അവര് പുതിയ രീതിയിലായിരിക്കും. പക്ഷെ അവർക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം ട്രെയിൻഡ് ആണ്, അല്ല ഇതൊക്കെ ഇപ്പോഴത്തെ നക്സലൈറ്റ് അവരൊക്കെ 10, 12, 20 വർഷമായിട്ടുള്ള ഇതിനു വേണ്ടി നിന്നിട്ടുള്ള ആൾ. അപ്പൊ പുതിയതായിട്ട് ആൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്നൊന്നും അത്രമാത്രം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്കൊന്ന് കേരളത്തിലെ പോലെ സ്ഥലത്ത് ഈ കാട്ടിലിരിക്കുന്ന നക്സലൈറ്റ് കാട്ടി കൂടുതൽ നമ്മുടെ സമൂഹത്തിലുള്ള കുറെ പേരുണ്ട്. അത് പല മേഖലകളിലുള്ളവരാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ വറി ചെയ്യേണ്ടുള്ളത് എന്നാണ് എനിക്ക് കേരളത്തിലെ സംബന്ധിച്ചുള്ള പറയാനുള്ളത്.